ഓസ്ട്രേലിയയിലെ ഏറ്റവും വലിയ ഹോണ്ടഡ് ഹൗസായ മോണ്ടെ ക്രിസ്റ്റോ ഹോംസ്റ്റെഡ്. ഈ വീടിന് ഹോണ്ടഡ് ഹൗസ് എന്ന പേര് കിട്ടിയതിൽ അതിശയിക്കാനില്ല. കാരണം ഈ വീട്ടിനെ വേട്ടയാടുന്ന പ്രേതാത്മാക്കളുടെ എണ്ണം ഒന്നിലധികമാണ്. ഇത്രത്തോളം ഭയം മറ്റുള്ളവരിൽ ഉണ്ടാക്കാൻ കാരണമായ ഈ വീട്ടിന്റെ ചരിത്രത്തിലേക്ക്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മിസ്റ്ററി ബസ്റ്റേഴ്സ്. 1841 1910 കാലഘട്ടത്തിൽ ഓസ്ട്രേലിയയിലെ സൗത്ത് വെയിൽസിൽ താമസിച്ചിരുന്ന ഒരു കർഷകനായിരുന്നു ക്രിസ്റ്റഫർ വില്യം ക്രാളി. 1860 അയാൾ വിരാട് ജൂരി ആദിവാസി വിഭാഗത്തിൽപ്പെട്ട എലിസബത്ത് കാരനെ വിവാഹം ചെയ്തു. ഇവർക്ക് 8 കുട്ടികൾ ഉണ്ടായിരുന്നു. ഒരു വീട് പണിയുന്നതിനായി ക്രിസ്റ്റഫർ ജൂനി പട്ടണത്തിൽ ഭൂമി വാങ്ങി. അവിടെ ഒരു കൊച്ചു കുടിലായിരുന്നു അവരുടെ താമസം. ആദ്യത്തെ കുറച്ചു വർഷങ്ങൾ കഷ്ടപ്പാട് നിറഞ്ഞതായിരുന്നു. കുടുംബത്തെ പോറ്റാൻ ക്രിസ്റ്റഫർ ഒരുപാട് കഷ്ടപ്പെട്ടു. എന്നാൽ 1878 ഗ്രേറ്റ് സദൺ റെയിൽവേ ലൈൻ ജൂനി പട്ടണത്തിൽ തുറന്നു. അതോടെ ക്രിസ്റ്റഫറിന്റെ ഭാഗ്യം മാറി മറഞ്ഞു. ക്രമേണ ഈ നഗരത്തിലേക്ക് യാത്രക്കാരുടെയും വ്യാപാരികളുടെയും വലിയ തിരക്കുണ്ടായി. ഈ അവസരം മുതലെടുത്ത് ക്രിസ്റ്റഫർ തന്റെ കയ്യിൽ കരുതി വെച്ച പണം ഉപയോഗിച്ച് സദേൺ റെയിൽവേ സ്റ്റേഷന്റെ എതിർവശത്ത് റെയിൽവേ ഹോട്ടൽ പണിയാനുള്ള ലൈസൻസ് വാങ്ങി. ഹോട്ടൽ ലാഭകരമായി മുന്നേറി. ക്രിസ്റ്റഫർ നഗരത്തിലെ ഏറ്റവും വലിയ ധനികരിൽ ഒരാളായി മാറി. ക്രിസ്റ്റഫറിന്റെ സമ്പത്തും സാമൂഹിക പദവിയും വളർന്നപ്പോൾ 1884 ജൂനി പട്ടണത്തിന് അഭിമുഖമായി മോണ്ടെ ക്രിസ്റ്റോ ഹോംസ്റ്റെഡ് എന്ന 2 നിലകളുള്ള ഒരു വീട് നിർമ്മിച്ചു. ലേറ്റ് വിക്ടോറിയൻ ശൈലിയിൽ നിർമ്മിച്ച ഈ വീട് അത്യധികം ആഡംബരപൂർണമായിരുന്നു. അവർ തങ്ങളുടെ പഴയ കുടിൽ പൊളിച്ച് കുതിരകൾക്കുള്ള തൊഴുത്തിലാക്കി മാറ്റി. മോണ്ടെ ക്രിസ്റ്റോ ഹോംസ്റ്റെഡ് എന്ന വീട് നിർമ്മിച്ചത് ഒരു കുന്നിന്റെ മുകളിലായിരുന്നു. ക്രിസ്റ്റഫറിന്റെ ഭാര്യയായ എലിസബത്തിന്റെ സ്വഭാവം ക്രൂരവും പരുഷവുമായിരുന്നു. അവർ എലിസബത്ത് രാജ്ഞിയെ പോലെയായിരുന്നു വസ്ത്രം ധരിച്ചിരുന്നത്. അവരുടെ കയ്യിൽ എപ്പോഴും ഒരു ഇരുമ്പ് വടി ഉണ്ടാകുമായിരുന്നു. വീടിന്റെ ഭരണം മുഴുവൻ എലിസബത്തിന്റെ കൈകളിലായിരുന്നു. അവർ വീട്ടിലെ ജോലിക്കാരികളോട് ക്രൂരമായിട്ടാണ് പെരുമാറിയിരുന്നത്. ക്രിസ്റ്റഫറിന് അവിടുത്തെ വീട്ടുജോലിക്കാരികളുമായി അവിഹിത ബന്ധമുണ്ടായിരുന്നു. അതിലൊരു സ്ത്രീ ഗർഭിണിയായിരിക്കെ ബാൽക്കണിയിൽ നിന്ന് താഴെ വീണ് മരണപ്പെട്ടു. എന്നാൽ യഥാർത്ഥത്തിൽ ആ സ്ത്രീ സത്യം തുറന്നു പറയുമെന്ന് കരുതി അവളെ ക്രിസ്റ്റഫർ തന്നെ കൊലപ്പെടുത്തിയെന്നാണ് ചിലർ വിശ്വസിക്കുന്നത്. അവളുടെ മൃതദേഹത്തിൽ നിന്നൊഴുകിയ രക്തത്തിന്റെ കറ ഇന്നും മായാതെ ആ സ്ഥലത്ത് അവശേഷിക്കുന്നു. മറ്റൊരു ജോലിക്കാരിയാകട്ടെ ഒരു ആൺകുട്ടിക്ക് ജന്മം നൽകി. അവൾ അവന് ഹറോൾഡ് എന്ന പേരിട്ടു. ഒരിക്കൽ ഹറോൾഡ് അപകടത്തിൽപ്പെടുകയും അവന്റെ തലയ്ക്ക് ഗുരുതരമായ ക്ഷതമേൽക്കുകയും ചെയ്തു. അപകടനില തരണം ചെയ്തെങ്കിലും തലക്കേറ്റ ക്ഷതം മൂലം അവന്റെ മാനസിക നില തകരാറിലായി. അവൻ മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ തുടങ്ങി. അവന്റെ ഉപദ്രവം സഹിക്കാൻ കഴിയാതെ അവനെ വണ്ടികൾ സൂക്ഷിക്കുന്ന ഷെഡിൽ ചങ്ങലയിൽ ബന്ധിച്ചു. രാവിലെ മുതൽ അവൻ നിലവിളിക്കുകയും അലറുകയും ചെയ്യുമായിരുന്നു. അതിനാൽ ആ നാട്ടിലെ കുട്ടികൾ അവനെ രാക്ഷസൻ എന്നാണ് വിളിച്ചിരുന്നത്. ഒരുപാട് വർഷം അവൻ ചങ്ങലയിൽ ബന്ധിതനായി കിടന്നു. ആ നഗരത്തിന്റെ അധികാരികൾ അവനെ കണ്ടെത്തുമ്പോൾ അവൻ ഒരു മുതിർന്നയാളായി മാറിയിരുന്നു. ആ സമയത്ത് അവന്റെ അമ്മ മരണപ്പെട്ടു കഴിഞ്ഞിരുന്നു. അവർ അവനെ അഭയകേന്ദ്രത്തിലേക്ക് മാറ്റി. അവിടെ വെച്ച് അവൻ പിന്നീട് മരിച്ചു. ഇന്നും അവന്റെ ചങ്ങലയുടെ കിലുക്കം മോണ്ടെ ക്രിസ്റ്റോ ഹോംസ്റ്റെഡിൽ കേൾക്കാറുണ്ടെന്ന് ചിലർ അവകാശപ്പെടുന്നു. ഒന്നിനു പിറകെ ഒന്നായി പല ദുർമരണങ്ങളും നടന്നുകൊണ്ടിരുന്നു. ഒരിക്കൽ കുതിരകളെ നോക്കുന്ന ജോലിക്കാരനായിരുന്ന മോറിസ് എന്ന യുവാവ്. പൊതുവെ മടികൂടുതലുള്ള ആളായിരുന്നു മോറിസ്. ഒരു ദിവസം അസുഖം കാരണം ജോലിക്ക് പോകാതെ അവൻ ഷെഡിൽ കിടന്നിറങ്ങി. അവന്റെ അസുഖ കാരണം അവന്റെ മുതലാളി വിശ്വസിച്ചില്ല. അവനെ ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടി അയാൾ ഷെഡിലെ വൈക്കോൽമത്തയ്ക്ക് തീയിട്ടു. തീയുടെ ചൂടടിക്കുമ്പോൾ അവൻ എഴുന്നേൽക്കുമെന്ന് അയാൾ കരുതി. എന്നാൽ അസുഖം കൂടുതലായതിനാൽ അവൻ എഴുന്നേൽക്കാൻ കഴിഞ്ഞില്ല. അവൻ ആ തീയിൽ വെന്തു മരിച്ചു. ഇന്നും അവന്റെ നിലവിളി ആ വീട്ടിൽ കേൾക്കാറുണ്ടെന്ന് ചിലർ വിശ്വസിക്കുന്നു. 1910 ഡിസംബർ 14 ക്രിസ്റ്റഫർ ഹൃദയസ്തംഭനവും രക്തത്തിലെ വിഷബാധ മൂലവും മരണപ്പെട്ടു. ഭാര്യ എലിസബത്തിന് തന്റെ ഭർത്താവിന്റെ വേർപാട് സഹിക്കുന്നതിലപ്പുറമായിരുന്നു. അവൾ വീടിന് പുറത്തിറങ്ങാതെ ആ വീട്ടിൽ തന്നെ ഒതുങ്ങിക്കൂടി. അവൾ തന്റെ ശേഷിക്കുന്ന 23 വർഷത്തിനുള്ളിൽ 2 പ്രാവശ്യം മാത്രമാണ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയത്. 1917 ക്രിസ്റ്റഫറിന്റെ കൊച്ചുമകൾ ഏതൻ നേഴ്സ് മീന്റെ കയ്യിൽ നിന്ന് താഴെ കോണിപ്പടിയിൽ വീണ് മരണപ്പെട്ടു. നേഴ്സ് പറഞ്ഞത് അവളെ ഏതോ അദൃശ്യ ശക്തി വന്ന് തള്ളിയിട്ടതാണെന്നാണ്. എന്നാൽ ഈ കഥ ആരും വിശ്വസിച്ചില്ല. അവിടെ കയ്യിൽ നിന്ന് പറ്റിയ തെറ്റിനെ ന്യായീകരിക്കാൻ കള്ളം പറഞ്ഞതാണെന്ന് എല്ലാവരും കരുതി. 1933 ഓഗസ്റ്റ് 12 തന്റെ 93 വയസ്സിൽ എലിസബത്ത് മരിച്ചു. അപ്പൻഡിക്സ് മുഴ പൊട്ടിയാണ് അവർക്ക് മരണം സംഭവിച്ചെന്ന് പറയപ്പെടുന്നു. എലിസബത്തിന്റെ മരണത്തോടെ വീടിന്റെ നാശം ആരംഭിക്കാൻ തുടങ്ങി. 1948 കുടുംബത്തിലെ അവസാനത്തെ അംഗം വീട് വിട്ടിറങ്ങിയപ്പോൾ ആ നാശം പൂർണ്ണമായി. ഒരു ദശാബ്ദമായി ആ വീട് ശൂന്യമായിരുന്നു. കെയർ ടേക്കർമാർ ഉണ്ടായിരുന്നിട്ടും വീട്ടിലെ ഫർണിച്ചറുകൾ വരെ വിറ്റഴിക്കപ്പെട്ടു. 1960 ഈ വീട്ടിലെ കെയർ ടേക്കറായിരുന്ന ജാക്ക് സിംസൺ. ആൽഫ്രഡ് ഹിച്ച് ഹോക്കിന്റെ സൈക്കോ സിനിമ 3 പ്രാവശ്യം കണ്ട ഒരു യുവാവ് ജാക്ക് സിംസണെ വീടിന്റെ മുൻവശത്ത് വെച്ച് വെടിവെച്ചു കൊന്നു.
എന്നിട്ടവർ ഡൈ ജാക്ക് എന്ന വാക്കുകൾ ഷെഡിന്റെ ഡോറിൽ എഴുതി വെച്ചു. അത് ഇന്നും നമുക്കവിടെ കാണാൻ കഴിയും. 1963 റെജിനോൾഡും ഒലിവിറയാൻ എന്ന ദമ്പതിമാർ ഈ വീട് വാങ്ങി. ഇവർക്ക് 5 മക്കളുണ്ടായിരുന്നു. അവർ ആ വീട് വാങ്ങുമ്പോൾ വീട് വളരെ ശോചനീയ അവസ്ഥയിലായിരുന്നു. അവർ വീടിനെ പഴയതുപോലെ പുനർനിർമ്മിച്ചു. അവർ തന്റെ കുട്ടികളുമായി ആ വീട്ടിലേക്ക് താമസം മാറി. ആ വീട്ടിലേക്ക് വന്നപ്പോൾ എന്തൊക്കെ അസ്വാഭാവികതയുണ്ടെന്ന് അവർക്ക് തോന്നി. അവരുടെ പെറ്റുകളായ പൂച്ചയും നായും ആ വീടിനുള്ളിലേക്ക് കയറാതെ മടിച്ചു നിന്നു. ഒരിക്കലവർ പുറത്തുപോയി തിരികെ വന്നപ്പോൾ അവരുടെ എല്ലാ കോഴികളെയും കഴുത്തു നെരിച്ച് കൊന്ന നിലയിൽ കണ്ടെത്തി. സമാനമായ ഒരു സംഭവത്തിൽ അവരുടെ തത്തയെയും പൂച്ചക്കുട്ടികളെയും ക്രൂരമായി കൊന്ന നിലയിൽ കാണപ്പെട്ടു. ഇതൊക്കെ ആരാണ് ചെയ്തതെന്ന് ആർക്കും അറിയില്ല. ഇങ്ങനെ പല അനുഭവങ്ങളും അവർക്കുണ്ടായിട്ടുണ്ട്. മുകളിലെ ബാൽക്കണിയിലൂടെ ആരോ നടക്കുന്ന ശബ്ദം പതിവായി കേൾക്കാമായിരുന്നു. ചിലപ്പോൾ ബാൽക്കണിയിലൂടെ വെളുത്തൊരു സ്ത്രീരൂപം നിൽക്കുന്നതും കണ്ടിട്ടുണ്ട്. ഒരു ദിവസം അടുക്കളയിൽ ജോലി ചെയ്യുമ്പോൾ ഒലിവിന്റെ തൊടിൽ ഒരു തണുത്ത കൈ സ്പർശിക്കുന്നതായി ഒലിവിന് തോന്നി. ഇതുപോലെ ഒരു ദിവസം റെജിനോൾഡ് ഭിത്തിയിൽ തൂക്കിയിരുന്ന ചിത്രങ്ങളെല്ലാം തറയിൽ വീണു. എന്നാൽ ഇത്ര ഉയരെ നിന്ന് വീണിട്ടും അതിന്റെ ചില്ലുകൾ പൊട്ടാഞ്ഞത് അവരെ വല്ലാതെ അത്ഭുതപ്പെടുത്തി. ഒരിക്കൽ അവരുടെ പെൺമക്കളിൽ ഒരാൾ തന്റെ ഇളയ സഹോദരൻ ഉറങ്ങിയെന്നറിയാൻ അവന്റെ മുറിയിലേക്ക് ചെന്നപ്പോൾ ആ കുട്ടിയുടെ കട്ടിലിനരികിൽ പഴയ രീതിയിലുള്ള വസ്ത്രം ധരിച്ചൊരു വൃദ്ധൻ അവനെ തന്നെ നോക്കി നിൽക്കുന്നത് കണ്ട് പെൺകുട്ടി നിലവിളിച്ചു. നിലവിളി കേട്ട് മാതാപിതാക്കൾ വന്നപ്പോൾ അവിടെയൊന്നും കാണാനില്ലായിരുന്നു. എന്നാൽ ഈ കാരണങ്ങൾ കൊണ്ട് ആ വീട് വിട്ടു പോകാൻ അവർ തയ്യാറായില്ല. കാലക്രമേണ അവർ ഈ വീടിനെ കുറച്ചുകൂടി മോടി പിടിപ്പിക്കുകയും ടൂറിസ്റ്റുകൾക്ക് വേണ്ടി ഒരു മ്യൂസിയമായി തുറക്കുകയും ചെയ്തു. അതിൽ 800-ൽ പരം പാവകളുടെ ഒരു മ്യൂസിയവും പുരാതന സാധനങ്ങൾ ഉള്ള ഒരു സ്റ്റോറും ഉണ്ടായിരുന്നു. ഇവിടെ സന്ദർശിക്കാൻ വന്ന പലർക്കും വിചിത്രമായ പല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവിടുത്തെ സ്റ്റെയറിലൂടെ സഞ്ചരിക്കുമ്പോൾ സന്ദർശകർക്ക് അമിതമായ സങ്കടം, ഛർദി, തലകറക്കം എന്നിവ അനുഭവപ്പെട്ടിട്ടുണ്ട്. ചിലർ തല ഇറങ്ങി വീഴുക വരെ ചെയ്തിട്ടുണ്ട്. ചിലർ ഇടനാഴിയിലൂടെ നടക്കുമ്പോൾ ആരോ പിറുപിറുക്കുന്ന പോലെയുള്ള ശബ്ദവും ബാൽക്കണിയിലൂടെ വെളുത്ത മെയ്ഡിന്റെ വസ്ത്രം ധരിച്ചൊരു സ്ത്രീരൂപം നടക്കുന്നതും കണ്ടവരുണ്ട്. എലിസബത്തിന്റെ പ്രേതരൂപത്തെ ഗ്രീൻ ലേഡി എന്നാണ് വിശേഷിപ്പിക്കുന്നത്. വലിയ സ്റ്റെയറിന്റെ മുകളിൽ അവരെ പലരും കണ്ടവരുണ്ട്. ക്രിസ്റ്റഫർ ക്രാളിയുടെ പ്രേതത്തെ ആ വീട്ടിൽ കണ്ടിട്ടുണ്ടെങ്കിലും അതാരെയും ഭയപ്പെടുത്തിയില്ല. എന്നാൽ എലിസബത്ത് ആകട്ടെ തന്റെ തണുത്ത കൈകളാൽ സ്പർശിച്ച് അവരെ തന്റെ സാന്നിധ്യം അറിയിക്കുമായിരുന്നു. മാത്രമല്ല, കുതിരകളെ ഇടുന്ന ഷെഡിന്റെ അടുത്ത് ഒരു ആൺകുട്ടിയുടെ പ്രേതരൂപത്തെ പലരും കണ്ടിട്ടുണ്ട്. രാത്രികാലങ്ങളിൽ കുതിര കുളമ്പടിയും വണ്ടിച്ചക്രങ്ങളുടെ മുഴക്കവും പലരുടെ ഉറക്കം കെടുത്തിയിട്ടുമുണ്ട്. ആ വീട്ടിൽ കൊച്ചുകുട്ടികൾ ഒന്നും തന്നെ ഇല്ലാഞ്ഞിട്ടും ചില സമയത്ത് ഒരു കൊച്ചുകുഞ്ഞിന്റെ നിർത്താതെയുള്ള കരച്ചിൽ കേൾക്കാമായിരുന്നു. ഇത് സന്ദർശകരെ ആശയക്കുഴപ്പത്തിലാക്കുകയും ഭയപ്പെടുത്തുകയും ചെയ്യുമായിരുന്നു. ഒരു ദുഷ്ടാത്മാവിന്റെ സാന്നിധ്യം അവിടെ വന്ന സന്ദർശകരെ വല്ലാതെ അലട്ടിയിട്ടുണ്ട്. അതൊരു പക്ഷേ നിർഭാഗ്യവനായ ഏതെങ്കിലും ജോലിക്കാരന്റെ പ്രേതമാകാം. അവൻ അവിടെ വരുന്ന സന്ദർശകരുടെ മുടി പിടിച്ച് വലിക്കുകയും ശരീരത്തിൽ പോറലുകൾ ഏൽപ്പിക്കുകയും ചെയ്യുമായിരുന്നു. ഇതുപോലെയുള്ള അനുഭവങ്ങൾ ഗോസ്റ്റ് ഹണ്ടേഴ്സിനെ അവിടേക്ക് ആകർഷിക്കാൻ കാരണമായി. പല ഡോക്യുമെന്ററികളിലും സിനിമകളിലും മോണ്ടെ ക്രിസ്റ്റോ ഹോംസ്റ്റെഡിന്റെ കഥ പ്രമേയമായി. ഈ വീടിന്റെ ചരിത്രത്തിൽ ഒരുപാട് ദുർമരണങ്ങളും പ്രേതാത്മാക്കളുമുണ്ട്. ദുരന്തത്തിന്റെയും വിശദീകരിക്കാനാവാത്ത പ്രേതാനുഭവങ്ങളുടെയും സമ്മിശ്രമായ ഈ വീട് ഓസ്ട്രേലിയൻ ചരിത്രത്തിലെ നിഗൂഢതകളിലൊന്നായി ഇന്നും നിലനിൽക്കുന്നു.